വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ നംലിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ പറ്റി വിശദീകരിച്ച് പറയുന്നുണ്ട്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ 9 പോക്കിരികളായ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ വേണ്ടി അവർ വലിയ കുതന്ത്രങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഖുർആനിൽ നമുക്ക് നോക്കാം. വകാന ഫിൽ മദീനത്തി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. ഭൂമിയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന 9 പോക്കിരികളായ ആളുകൾ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ അക്കാലത്ത് ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹു തആല പറയുന്നുണ്ട്, അവർ ഒരു കുതന്ത്രം പ്രയോഗിച്ചു, അവർ അറിയാത്ത രീതിയിൽ നമ്മളും ഒരു കുതന്ത്രം പ്രയോഗിച്ചു. എന്നിട്ട് എന്താണ് അവരുടെ കുതന്ത്രത്തിന്റെ പര്യവസാനം എന്ന് നിങ്ങൾ നോക്കുക. അവരെയും അവരുടെ സമൂഹത്തെ ഒന്നടങ്കം നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. നോക്കൂ, അതാ അവരുടെ വീടുകൾ നിലംപരിശായിരിക്കുകയാണ്. അവർ ചെയ്ത അക്രമത്തിന്റെ കാരണത്താൽ അവരുടെ വീടുകളൊക്കെ മുഴുവൻ നിലംപരിശായിരിക്കുന്നത് നിങ്ങൾ കാണൂ. ചിന്തിക്കുന്ന, അറിയാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നംലിലൂടെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെ പറ്റി പറയുമ്പോൾ ഖുർആൻ എന്നും കാലോചിതമാണ്. എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ അർത്ഥങ്ങൾക്ക് വാല്യൂ ഉണ്ട്, മൂല്യമുണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ ഇറങ്ങിയത് അക്കാലത്തുള്ള അന്നത്തെ സമൂഹത്തെ പറ്റിയാണെങ്കിലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും തത്തുല്യമായ ഒരു ഉദാഹരണമാണ്. ലോകമൊത്തം വാർത്തകളിൽ വരുന്ന അമേരിക്കയിലെ കാലിഫോർണിയയിൽ പടർന്നു വന്നിരിക്കുന്ന വലിയ കാട്ടുതീ. അമേരിക്കയെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ സൈന്യമാണ്, ഏറ്റവും വലിയ ആയുധ ശക്തിയുള്ളവരാണ്, വലിയ സൈനിക ശക്തിയുള്ളവരാണ്. പാവപ്പെട്ട ഫലസ്തീനികളെ ക്രൂരമായി ആക്രമിച്ച ഇസ്രായേൽ സമൂഹം അവർക്ക് ഒരുപാട് $800 ബില്യണോളം അമേരിക്ക കൊടുത്തു അത്ര. പക്ഷെ അതിനേക്കാൾ ഇരട്ടിയോളം നാശനഷ്ടങ്ങൾ കേവലം ദിവസങ്ങൾ കൊണ്ട് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ആ കാട്ടുതീ അവസാനിച്ചിട്ടില്ല. കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ അതൊരു തീരദേശ മേഖലയാണ്, കടലിനോട് അടുത്തുള്ള സ്ഥലമാണ്. ലോസ് ആഞ്ചൽസിൽ നിന്നും തുടങ്ങിയ കാട്ടുതീ കാലിഫോർണിയൻ മെയിൻ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ കോടീശ്വരന്മാരായ ആളുകൾ ഓടി ഇറങ്ങുകയാണ് അവരുടെ ലക്ഷറി വീടുകളിൽ നിന്ന്. പ്രത്യേകിച്ച് ഹോളിവുഡ് നടന്മാരൊക്കെ താമസിക്കുന്ന ഏരിയകളാണ്. അവിടെ നിന്നും ഒന്നും ചെയ്യാൻ കഴിയാതെ ഓടിയാക്കളുകയാണ്. എത്രയോ 3000-ലധികം ഏക്കറുകൾ, ഏകദേശം ഒരു 100-114 കിലോമീറ്റർ ചുറ്റളവ്, ഇവിടുന്ന് 114 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ കത്തി നശിക്കുകയാണ്. എത്ര വലിയ ആയുധ സൈന്യമുണ്ടെന്ന് പറഞ്ഞു. ട്രംപിന്റെ ഒരു വാക്കുകൂടി അതിനൊപ്പം ചേർക്കുകയാണ്. ട്രംപ് സ്ഥാനമേറ്റിട്ട് അധികാരമേറ്റ് അവര് ആ വൈറ്റ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് ഇസ്രായേലിനെ വിട്ടയച്ചില്ലെങ്കിൽ, തടവുകാരെ വിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഹെൽ നരകമാക്കി കത്തി ചാമ്പലാക്കുമെന്നൊരു പ്രസ്താവന നടത്തിയതേയുള്ളൂ. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കാലിഫോർണിയ മുഴുവൻ കത്തി ചാമ്പലായി കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അടിമകളെ ക്രൂരമായി ആക്രമിക്കുകയാണെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ തിക്തമായ പ്രതിഫലം കണ്ടുകൊണ്ടിരിക്കുമെന്ന വിശുദ്ധമായ ഖുർആനിന്റെ വാക്യം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സമൂഹം, ഇസ്ലാമിക ഗതകാല ചരിത്രം നോക്കിയാൽ ഓരോ അമ്പിയാക്കൾ അവരുടെ സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും മോശമായ പ്രവർത്തനങ്ങളുടെ പര്യവസാനം എന്നോണം അള്ളാഹുവിന്റെ ശിക്ഷകളും അള്ളാഹു ആലോചിതമായി ഇറക്കി കൊടുത്തു. ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കാണുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനനുസരിച്ച്, ഖുർആൻ അനുസരിച്ച് ആത്മാർത്ഥതയോടെ ഇഖ്ലാസോടുകൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലെ സ്വീകരിക്കട്ടെ. ഇതിന്റെ സവാബുകൾ നമുക്ക് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ, നമ്മുടെ മഹലിൽ അതിവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഹദ്റത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു പരിപൂർണമായ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതം പരിപൂർണമായ റാഹത്തോടെ ഇഖ്ലാസോടെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കും കൂട്ടുകുടുംബാദികൾക്കും സർവശക്തനായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.